നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ഷെറും കെട്ടിപ്പിടിച്ച് കരയാണ് ടോണീനെ. എന്നെ ഉപേക്ഷിച്ചിട്ട് പോവല്ലേ ടോണി ചായെന്നും പറഞ്ഞ ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ ആൻസിക്ക് പോലും സഹിക്കാൻ പറ്റിയില്ല. ടോണി എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് വല്ലാത്ത ടെൻഷനോട് കൂടിയിട്ടാണ് കാറിൽ ഗ്രേസമ്മ മാമച്ചനൊക്കെ ഇരിക്കുന്നത്. ഗ്രേസമ്മ ചോദിച്ചു, ടോണി കുറേ സമയമായാലോ പോയിട്ട്, ഇതുവരെയായിട്ടും വന്നില്ലല്ലോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ മാമച്ചായ? ഏയ് പ്രശ്നമൊന്നും ഉണ്ടാവാൻ വഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും രേവതിക്കുട്ടി പറഞ്ഞു, അല്ല എന്ത് പ്രശ്നം ഉണ്ടാവാനായിട്ടാ? ടോണി ചേട്ടൻ എന്തിനാ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലോ, നമുക്കൊന്ന് ഇറങ്ങി ചെന്ന് നോക്കിയാലോ എന്ന് ചോദിച്ചു. ഇറങ്ങി ചെല്ലാനോ? അതിന് നമുക്കിവിടെ അങ്ങനെ പരിചയമില്ലല്ലോ, അതിന് മുമ്പ് ഇവിടെ നമ്മൾ വന്നിട്ടില്ലേ, നമ്മളെ അവർക്ക് അറിയത്തില്ലേന്ന് ചോദിച്ചു. ഓ ഇതുപോലൊരു പൊട്ടിക്കാളി, എടി നിന്റെ തലയ്ക്കകത്ത് ഇത്രയെങ്കിലും ബോധമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും രേവതിക്കുട്ടി ചോദിച്ചു, നമ്മളങ്ങോട്ട് ഇറങ്ങി ചെന്നാൽ എന്താ? അങ്ങോട്ട് ചെന്ന് ഇറങ്ങി നോക്ക് എന്ന് പറഞ്ഞു. അപ്പോഴേക്കുമാണ് ഒരു ജീപ്പ് അങ്ങോട്ട് വന്ന് നിൽക്കുന്നത്. ജീപ്പിനകത്തുനിന്ന് ഇത്തിരി പ്രായമുള്ള ഒരാൾ ഇറങ്ങി, പിന്നെ വേറെ രണ്ടുപേരും കൂടെ ഇറങ്ങുവാണ്. അവരിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഗ്രേസം വെച്ചു, അയ്യോ മാമച്ചായ എന്ന് പറഞ്ഞു. രേവതിക്കുട്ടി ചോദിച്ചു, അതാരാ? അതാണ് ഷെറിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞു. ഈ സമയത്ത് അയാൾ ഇറങ്ങിയിട്ട് കാറിനകത്തേക്ക് നോക്കുവാണ്. എടാ ആൽബി, ഈ കാർ ആരുടെയാടാ എന്ന് ചോദിച്ചു. മിക്കവാറും അതാ ടോണി വന്ന കാറായിരിക്കും. അല്ല അതിനകത്ത് ആരൊക്കെ ഉണ്ടെന്ന് തോന്നല്ലോ. അതപ്പച്ചന് തോന്നായിരിക്കും, ക്ലാസ് പൊക്കി വെച്ചിരിക്കുമല്ലേ, ആരുമില്ലാന്ന് തോന്നിയെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് റോബിച്ചൻ ഇറങ്ങി വന്നു. നിങ്ങൾ ഇവിടെ നിൽക്കുവാണോ? ദേ ആ ടോണി അകത്തുണ്ട് ഷെറിൻ്റെ അടുത്ത്, അങ്ങോട്ടേക്ക് കയറി വരാൻ പറഞ്ഞു. അങ്ങനെ അവരെ വിളിച്ചോണ്ട് അകത്തേക്ക് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ടോണി സിറ്റൗട്ടിൽ ഇരിക്കുന്നുണ്ട്. ടോണിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അയാൾ ചോദിച്ചു, എന്താടാ നിനക്കെന്താ ഇവിടെ കാര്യന്ന് ഷെറിൻ്റെ അച്ഛൻ ചോദിക്കുകയാണ്. അതെന്ത് ചോദ്യവാ, എൻ്റെ ഭാര്യ വീടല്ലേ, ഞാൻ ഷെറിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നാ, പിന്നെ ഷെറിൻ പ്രസവിച്ച കുഞ്ഞിനെ അതിനെക്കുറിച്ചുള്ള അറിവ് എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഷെറിൻ്റെ അച്ഛൻ പറഞ്ഞു, ആഹാ നീ ആള് കൊള്ളാലോ, നീ വന്നിട്ട് ഷെറിനെ കണ്ടോന്ന് ചോദിച്ചു. കണ്ടു, എങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ സ്ഥലം കാലിയാക്കാൻ നോക്ക്. ടോണി പറഞ്ഞു, അങ്ങനെ അങ്ങോട്ട് പോകാൻ വേണ്ടി വന്നതല്ല, എനിക്ക് ഷെറിൻ്റെ കുഞ്ഞിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആൽബി പറഞ്ഞു, അങ്ങനെ അങ്ങോട്ട് വിവരം കിട്ടാനോ? എന്താടാ നിനക്ക് ഷെറിൻ്റെ കുഞ്ഞിനെ തരാമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? കല്യാണം കഴിപ്പിച്ചിട്ടപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. ഓ എന്താ അങ്ങനെ പറയാതിരുന്നേ? അതും കൂടെ പറയാൻ വരായിരുന്നു, ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് പറഞ്ഞോണൊക്കെ. കല്യാണം കഴിയുമ്പോഴത്തേനും ഈ സ്ത്രീധനം പോലെ അതുപോലെ ഇങ്ങനെ ഈ കാറും ജീപ്പും അങ്ങനെയൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കില്ലേ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിനെയും കൂടെ ഇനിയിപ്പം മകൾക്ക് പ്രസവിക്കാൻ കഴിയുമെന്ന് ഒരു ഉറപ്പ്, അത് വേണ്ടി ഒരു കുഞ്ഞിനെയും കൂടെ അധ്വാനിക്കാതെ കാര്യം നടത്താലോ. കെട്ടിക്കൊണ്ട് പോകുന്നയാൾക്ക് മടിയിലിട്ട് കൊഞ്ചിച്ചാൽ മതിയല്ലോ, അതിനു വേണ്ടിയിട്ട് ഒരു കുഞ്ഞിനെയും കൂടെ, അതല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്? എന്നിട്ട് എനിക്ക് ആ കുഞ്ഞിനെ തന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കർണത്തടിയേറ്റയിലെ ആൽബിക്കും പോളിനും ഒക്കെ പരസ്പരം അവർ നോക്കി. അപ്പോഴേക്കും ആൽബി പറഞ്ഞു, നീ എന്താടാ പറഞ്ഞേ? എന്താ ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നിങ്ങളല്ലേ പറഞ്ഞത്, നിനക്ക് നാണം ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഷെറിൻ്റെ അച്ഛൻ പറഞ്ഞു, വെറുതെ നീ ഇവിടെ കിടന്ന സ്റ്റാർ ആവാതെ മര്യാദയ്ക്ക് പോകാൻ നോക്ക്. പോയില്ലേ നിന്റെ കാറിനും അടിച്ചു പൊട്ടിക്കുമെന്ന് ആൽബി പറഞ്ഞു. എങ്കിലും അന്ന് കാണട്ടെ, ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്തെ 10 സ്റ്റേഷനിൽ കയറിയിട്ടാണ് വരുന്നേ. എന്തേലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വിളിച്ചേക്കാൻ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ നാട്ടുകാരെയൊക്കെ അങ്ങോട്ട് അറിയിക്കും. പിന്നെ നിങ്ങളുടെ മകള് പിഴച്ച് പ്രസവിച്ച കാര്യങ്ങളൊക്കെ പറയും. എന്താടാ നീ പറഞ്ഞേ? പേടിപ്പിക്കുന്നോ? പേടിപ്പിച്ചല്ല, ഉള്ള കാര്യം പറഞ്ഞാന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇത്രയെങ്കിലും നാണമുണ്ട്, നിങ്ങൾ ഇതെന്നോട് ചെയ്യുമായിരുന്നോ? എടാ മര്യാദയ്ക്ക് പോകുന്ന നിനക്ക് നല്ലത്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഷെറിൻ്റെ അച്ഛൻ പിന്നീട് പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറയാം, നീ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. നീ ഇപ്പം തൽക്കാലത്തേക്ക് പോകാൻ നോക്കൂ ടോണി. അങ്ങനെ പോകാൻ ഞാൻ കൂട്ടാക്കുന്നില്ല. എനിക്ക് കുഞ്ഞിനെക്കുറിച്ചുള്ള വിവരം കിട്ടണം. ആ കുഞ്ഞിനെ നിങ്ങൾ എന്ത് ചെയ്തു? കൊന്നോ അതോ എവിടെയെങ്കിലും വളർത്താൻ കൊടുത്തോ? അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള വിവരം കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല. ആൽബി പറഞ്ഞു, ഇവൻ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടേ പോകത്തുള്ളൂ. എങ്കിൽ തല്ലടാ, നീ എന്നെ ഒന്ന് തല്ലി നോക്ക്, എന്നിട്ട് എന്നെ ബാക്കി കാര്യം. അപ്പോഴേക്കും റോബിച്ചന് ആൽബിയുടെ കയ്യിലേക്ക് പിടിച്ച് ഇങ്ങോട്ടേക്ക് വന്നേ അച്ഛാ എന്ന് പറഞ്ഞ് വിളിച്ചു. പിന്നീട് അപ്പനെയും കൂടെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് മാറി പുറത്തേക്ക് പോവാണ്. അതെ, അവിടെ കിടന്നൊരു സീൻ ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല, നമ്മളിവിടെ വിവേകത്തോടെ ചിന്തിക്കണം. അപ്പോഴേ ഷെറിൻ്റെ അച്ഛൻ ചോദിച്ചു, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഒരു കാര്യം ചെയ്യാം, എന്തേലും ഒരു കള്ളത്തരം പറയാമെന്ന് പറഞ്ഞു. കള്ളത്തരോ? അതെ, കുഞ്ഞ് ഇവിടെ ഇല്ല, കുഞ്ഞിനെ ആരെങ്കിലും ദത്തെടുത്തെന്ന് പറയാം. ദത്തെടുത്തെന്ന്? ആര് ദത്തെടുത്തെന്ന്? ഒരു കാര്യം ചെയ്യാം, ജർമ്മനിക്ക് കുഞ്ഞിനെ ദത്തെടുത്തോണ്ട് പോയെന്ന് പറഞ്ഞാലോ? എടാ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും അവർ ചോദിക്കില്ലേ എവിടുന്ന എന്താ ഏതാ എപ്പോഴാന്നൊക്കെ. ഒരു കാര്യം ചെയ്യാം, ആ ലിറ്റിൽ ഫ്ലവർ ഓർഫനേജിൽ നിന്ന് കുഞ്ഞിനെ ദത്തെടുത്തോണ്ട് പോയെന്ന് പറയാം. അവിടെയാണ് നമ്മൾ ഏൽപ്പിച്ചിരുന്നത്, അവിടെ നിന്ന് കൊണ്ടുപോയെന്ന് പറയാം.
അതെ, അവൻ അത് വിശ്വസിക്കോ? ഇനി വിശ്വസിച്ചാൽ പോലും അവിടെ ചെന്ന് അന്വേഷിക്കില്ലേ? പിന്നീട് ഇങ്ങോട്ട് വരത്തില്ലേ? അത് അപ്പോഴത്തെ കാര്യമല്ലേ, നമുക്കത് അപ്പം നോക്കാം. ഇപ്പം അവൻ ഇവിടുന്ന് പറഞ്ഞു വിടുന്ന ബുദ്ധി എന്ന് പറഞ്ഞു. ആ സമയത്ത് ആൽബി പറഞ്ഞു, എങ്കിൽ ശരി ഞാൻ പോയി പറയാം. അപ്പോഴേക്കും റോബിച്ചൻ പറഞ്ഞു, വേണ്ട ആൽബിച്ചാൻ പറയണ്ട, ഞാൻ പോയി പറഞ്ഞോളാന്ന് പറഞ്ഞു. അങ്ങനെ റോബിച്ചൻ ചെന്നു. റോബിച്ചൻ ഞാൻ ടോണിയോട് പറഞ്ഞു, ടോണി നീ ഷെറിനെ കാണാൻ വന്ന, ഷെറിനെ കണ്ടില്ല, ഇനി മര്യാദയ്ക്ക് പോകാൻ നോക്ക്. ഞാൻ പറഞ്ഞല്ലോ റോബിച്ച, എനിക്ക് കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞു. എന്തിന്? കുഞ്ഞിനെ കാണണം, കണ്ടേ മതിയാകത്തുള്ളൂ. എടാ കുഞ്ഞെവിടെ ഇല്ല. കുഞ്ഞെവിടെ ഇല്ല, പിന്നെ എവിടെ പോയി? കുഞ്ഞ് ഇവിടെ ഇല്ല. കുഞ്ഞിനെ ജർമ്മനിക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞു. കുഞ്ഞിനെ കുട്ടികളില്ലാത്തൊരു ദമ്പതികൾ അവളെ ദത്തെടുത്തെന്ന് പറഞ്ഞു. ദത്തെടുത്തെന്നോ? എപ്പം? എവിടെ വെച്ച്? അത് ലിറ്റിൽ ഫ്ലവർ ഓർഫനേജ് വെച്ചാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആൽബി പോളും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ്. ഇത് സത്യമാണല്ലോ അല്ലേ? ഞാൻ അവിടെ പോയി അന്വേഷിക്കും. ഇല്ലെന്നങ്ങനെ ഒരു വിവരം കിട്ടുമെങ്കിൽ ഞാൻ വീണ്ടും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമെന്ന് പറഞ്ഞു. ഇങ്ങനെയൊന്നും ആയിരിക്കില്ല വരുന്നേ. അതും പറഞ്ഞിട്ടാണ് ടോണി അവിടെ നിന്ന് ഇറങ്ങണേ. ടോണി എന്ന് കാറിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും മാമിച്ചനൊക്കെ ചോദിച്ചു, എന്തായി വല്ല വിവരം കിട്ടിയോ? അവർ വ്യക്തമായിട്ടൊന്നും പറയാൻ തയ്യാറായിട്ടില്ല. അവർക്ക് എന്നെ അവിടെ നിന്ന് എങ്ങനെയായിരുന്നു പറഞ്ഞു വിടണം, ആ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും ഗ്രേസമ്മ ചോദിച്ചു, ഷെറിനെ കണ്ടോ? ഷെറിനെ കണ്ടു. അവൾക്ക് നല്ല സങ്കടമുണ്ട്, അവൾ കരയുമായിരുന്നു പറഞ്ഞു. രേവതിക്കുട്ടി പറഞ്ഞു, അവിടെ നിന്ന് ഇവിടം വരെ ഡീസൽ അടിച്ച് വന്ന് വെറുതെ ആയിപ്പോയല്ലേ. സാരമില്ല, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. ആ കുഞ്ഞ് എവിടെയുണ്ടെങ്കിലും നമ്മൾ കണ്ടെത്തിയിരിക്കും. ഞാൻ നിയമസഹായം തേടും. കുഞ്ഞിനെ കോടതി ഹാജരാക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്നും ഓർത്തിപ്പോൾ തൽക്കാലത്തേക്ക് നിങ്ങൾ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കുകയാണ് ടോണി. ഇതേ സമയത്ത് ഷെറിന് തൻ്റെ ബാഗിനകത്ത് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുകയാണ്. ഭയങ്കര സന്തോഷമായിരുന്നു ഷെറിൻ്റെ മനസ്സിൽ. അങ്ങനെ ബാഗിനകത്ത് ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് നന്നായിട്ട് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഒരുങ്ങി. പിന്നീട് പുറത്തേക്ക് വരാൻ തുടങ്ങുമ്പോഴത്തേനും കഥവ് ലോക്ക് ചെയ്തിരിക്കുക. കഥയെ മുട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും ആൻസി കഥ തുറന്നു. എന്താ ഷെറിനെ? അതെ, എന്തിനാ കഥവ് കുറ്റിയിട്ടെ? ഇതേ ഞാൻ പോവാനായിട്ട് റെഡിയായിട്ട് വന്നാ. പോകാനോ? എങ്ങോട്ടേക്ക്? അല്ല ടോണിച്ചായൻ്റെ കൂടെ. ടോണിച്ചായൻ വന്നിട്ടുണ്ടല്ലോ, എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നാ. എനിക്ക് പോകണമെന്ന് പറഞ്ഞു. അയ്യോ ടോണി പോയല്ലോ ഷെറിനെ. പോയെന്ന് എങ്ങോട്ടേക്ക് പോയി? എന്നെ കൊണ്ടാനായിട്ട് വന്നല്ലേ ടോണിച്ചായൻ. ടോണിച്ചായൻ പോകത്തില്ല, എന്നോട് പറയാതെ പോകത്തില്ല. അതെ, കുറേ ഷെറിനെ വിളിച്ചായിരുന്നു. ഷെറിൻ വിളി കേൾക്കാതെ കഴിഞ്ഞപ്പോൾ ടോണി പോയി. വെറുതെ കള്ളത്തരം പറയണ്ട. ആൻസി ചേച്ചി എന്നോട് കള്ളത്തരം പറയണ്ട. ടോണിച്ചായൻ അങ്ങനെ പോകത്തൊന്നുമില്ല. എനിക്ക് ടോണിച്ചായൻ്റെ കൂടെ പോയാൽ മതിയാവുള്ളൂ. എന്നെ കൊണ്ടാൻ വേണ്ടി വന്നല്ലേ എന്ന് പറഞ്ഞു. അതും പറഞ്ഞുകൊണ്ട് ഞാൻ പോകുകയെന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഹാളിലേക്ക് വരുവാണ്. അപ്പോഴേക്കും ആൽബി റോബിച്ചനും ഒക്കെ അങ്ങോട്ട് വരുന്നേ. അല്ല ഇവളിതെങ്ങോട്ടെ ഭാഗമൊക്കെ തൂക്കിക്കൊണ്ട്. അപ്പോഴേക്കും ആൻസി പറഞ്ഞു, ടോണി വന്നിട്ടുണ്ടായിരുന്നല്ലോ, ടോണിയുടെ കൂടെ പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിരിക്കുക. ചെടി നാശം പിടിച്ചോളെ, കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കാനായിട്ട് ഇറങ്ങിയോളെ, കയറി പോടിയാത്ത്. അവളുടെ ഒരു ടോണിച്ചായൻ മര്യാദയ്ക്ക് കയറി പൊയ്ക്കോണമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു. അല്ലെങ്കിൽ ഒരെണ്ണം ഇട്ട് തരുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഷെറിന് നോക്കിയിട്ട് അകത്തേക്ക് കയറി ഓടുകയാണ് മുറിയിലേക്ക്. മുറിയിൽ പോയിരുന്ന് വിതിമ്പി കരയാണ്. ആ ഭാഗം കെട്ടിപ്പിടിച്ച് ഷെറിന് അത്രയ്ക്ക് സങ്കടമായി. എല്ലാവരും കൂടെ തന്നെ കൊല്ലാക്കൊല ചെയ്യുവാന്നൊരു ചിന്ത ഷെറിൻ്റെ മനസ്സിലേക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആൻസിക്ക് അത് കണ്ടപ്പോൾ സങ്കടമായി. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഇതേ സമയത്ത് രോഹിത് വൈജയുടെ അടുത്തേക്ക് വന്നു. വൈജ ഇങ്ങനെ രോഹിത്തിനെ നോക്കി എന്താടാന്ന് ചോദിച്ചു. അപ്പോഴേക്കും രോഹിത് പുറത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, എല്ലാവരും കയറിപ്പോരെ, അമ്മ ഇവിടെ ഓക്കെയാന്ന് പറഞ്ഞു. അപ്പോഴേക്കും കൃഷ്ണമോളും ഭബിതേ അലീനയും കൂടെ കയറി വരുവാണ്. എന്താ എല്ലാവരും കൂടെ? രോഹിത് ചോദിച്ചു, നമുക്ക് വീട്ടിൽ പോകണ്ടേ അമ്മയെന്ന് ചോദിച്ചു. വീട്ടിൽ പോകാനോ? ഞാൻ പറഞ്ഞല്ലോ ഞാൻ വരുന്നില്ലാന്ന്. ഭവിത പറഞ്ഞു, അമ്മ എത്ര ദിവസം ഇവിടെ കിടക്കുമെന്ന് ഓർത്തിട്ടാ. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും കമലാൻ്റെ അമ്മ ഇവിടെ നാട്ടിൽ പുറത്താക്കും. പിന്നെ ഇതെൻ്റെ വീടാ, ഞാൻ ജനിച്ചു വളർന്ന വീടാ, എനിക്കിവിടെ അവകാശമുണ്ട്. കൃഷ്ണമോള് പറഞ്ഞു, അതൊക്കെ പറയും, പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും കമലാൻ്റിയുടെ സ്വഭാവം അങ്ങോട്ട് മാറുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വൈജയന്തി പറഞ്ഞു, നീയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ആ വീട്ടിലേക്കില്ലെന്ന് പറഞ്ഞു. രോഹിത് പറഞ്ഞു, അമ്മേ അലീന ചേച്ചിയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാൻ നോക്ക്. വെറുതെ അതും ഇതും പറഞ്ഞ് ഊതിപ്പിരിപ്പിക്കേണ്ട കാര്യമില്ല. തല്ലണമെങ്കിൽ തല്ലി തീർക്കുക. എന്താണെങ്കിലും അമ്മയുടെ വായിന്ന് വരുന്ന നാക്കിനേക്കാളും ഭേദമായിരിക്കും തല്ലി തീർക്കുന്നത്. അലീന ചേച്ചിയാണെങ്കിൽ അമ്മ തല്ലിയിട്ടുണ്ടെന്ന് ഇന്ന് കൊള്ളത്തുള്ളൂ, തിരിച്ചൊന്നും തല്ലത്തുമില്ല. എന്താടാ നീ മനുഷ്യനെ കളിയാക്കാൻ വേണ്ടി വന്നാണോ? ഒരു സത്യം പറഞ്ഞാ. അത് കേട്ടപ്പോൾ ഭവിത പറഞ്ഞു, അമ്മേ എന്തേലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തീർക്കുക. അങ്ങനെയാണ് ബാക്കിയുള്ളവർക്ക് സമാധാനം ആവുമല്ലോ. വെറുതെ എന്തിനാ എങ്ങനെ മുന്നോട്ട് പോണേ? അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു, പ്രശ്നം അതൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റിയതല്ല. ഇവൾ ആ വീട്ടിൽ നിന്ന് പോയാൽ എനിക്ക് സമാധാനം ആവത്തുള്ളൂ. ഇവൾ ആ വീട്ടിലേക്ക് പോകണം, അല്ലെങ്കിൽ ഞാൻ ആ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് വൈജയന്തി കിടന്ന് ദേഷ്യപ്പെടുകയാണ്. അപ്പോഴേക്കും അലീനയ്ക്ക് സങ്കടം വന്നു. അലീന പറഞ്ഞു, മേഡം അതിന് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലോ, നീ കൂടുതലൊന്നും പറയണ്ടെന്നും പറഞ്ഞുകൊണ്ട് വൈജയന്തി ദേഷ്യപ്പെടാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് കാണുന്നത്.
അലീനയുടെ ക്ഷമയുടെ നിവൃത്തി കേട്ടു. ഇനി അലീന അടങ്ങിയിരിക്കില്ല. അലീന എന്താണല്ലോ ഉറപ്പായിട്ട് പ്രതികരിക്കും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.